Dear students, database management system and RDBMS യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കീസ് അതുപോലെ ഒരു ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം ഡ്രോ ചെയ്യാം എന്നുള്ളത് അതേപോലെ ഡയഗ്രത്തിനോട് ഇൻട്രൊഡക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് ഒന്ന് കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് റിലേഷണൽ ഡാറ്റ മോഡൽ എന്നുള്ള കൺസെപ്റ്റും അതിൻ്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളുമാണ്. രണ്ടാമത്തത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളതുമാണ്. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് റിലേഷൻ ഡാറ്റ മോഡൽ ഇൻ DBMS എന്താണെന്ന് നോക്കാം. റിലേഷൻ മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ EF കോഡ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത് ടു മോഡൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് റിലേഷൻസ് ഓർ ടേബിൾ. സോ ഇങ്ങനെ മോഡൽ പ്രപ്പോസ് ചെയ്തത് ഡാറ്റനെ എങ്ങനെ സേവ് ചെയ്യാനാണ് അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാനാണ്. ഡാറ്റ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് റിലേഷൻസ് അല്ലെങ്കിൽ ടേബിൾസ് എന്ന ടേബിളർ സ്ട്രക്ചറിൽ ടേബിൾസ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഇതാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള റിലേഷൻ മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? EF കോഡ് എന്നുള്ളൊരു സയൻറ്റിസ്റ്റാണ്. So after designing the conceptual model of database using diagram, we need to convert the conceptual model in the relation model which can be implemented using by RDBMS language like Oracle, MySQL, etc. So നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഡയഗ്രത്തിൽ നമ്മൾ എന്താക്കണം, ഒരു കൺസെപ്ഷൻ മോഡലിനെ നമ്മൾ റിലേഷൻ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത്? അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, RDBMS ലാംഗ്വേജ് ആയിട്ടുള്ള ഒറാക്കിൾ, MySQL, PostgreSQL എന്നൊക്കെയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. So relation data model is the primary data model which is used widely around the world for data storing and processing. So ഏറ്റവും കൂടുതൽ ഡാറ്റ സ്റ്റോറിങ് ആൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് റിലേഷൻ ഡാറ്റ മോഡൽ അല്ലേ. ഇതിൽ ഡാറ്റ ടേബുലർ ഫോമിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. എക്സാമ്പിൾസും കാര്യങ്ങളും കാണിക്കാം. This model is simple and it has all the properties and capability required to process data with storage efficiency. റിലേഷൻ മോഡൽ പ്രസൻസ് ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ റിലേഷൻ ഡാറ്റാബേസ് മോഡൽ. സോ ഇവിടെ നമ്മൾ എന്താ കാണിക്കുന്നത്, ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളൊരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. കൺസിഡർ ദ റിലേഷൻ സ്റ്റുഡൻറ്റ് എന്നുള്ള റിലേഷൻ, അതായത് ഒരു ടേബിൾ, ഒരു എൻറ്റിറ്റിയാണ് അല്ലേ. അതിന് ഓരോ എൻറ്റിറ്റിക്ക് നമ്മൾ ഉണ്ടാക്കും, ടേബിൾസ് ഉണ്ടാക്കും. ഓക്കെ, സോ കൺസിഡർ ദ റിലേഷൻ സ്റ്റുഡൻറ്റ് വിത്ത് ആട്രിബ്യൂട്ട്സ് റോൾ നമ്പർ, നെയിം, അഡ്രസ്, ഫോൺ ആൻഡ് ഏജ് ഷോൺ ഇൻ ടേബിൾ 1. സോ ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതാണ് ടേബിൾ, സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ. സ്റ്റുഡൻറ്റ് എന്നുള്ളത് എന്താണ്, നമുക്കൊരു എൻറ്റിറ്റിയാണ് അല്ലേ. സോ ഇതൊരു ടേബിൾ അല്ലെങ്കിൽ റിലേഷൻ എന്നാണ് ഇതിനെ പറയുക. ഇതിൽ 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ 5 കോളംസ് ഉണ്ട്. റോൾ നമ്പർ, നെയിം, അഡ്രസ്സ്, ഫോൺ, ഏജ്. സോ ഇതിൽ ഓരോന്നിൽ നമുക്ക് എന്തുണ്ട്, ഒരു വാല്യൂസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇതാണ് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവുക. റോസും കോളംസും ആയിട്ട് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അതിന് ഓരോ കോളത്തിനും ഹെഡിങ് ഉണ്ടാവും, അതാണ് ആട്രിബ്യൂട്ട്സ്. സോ ഇതിലോരോ ടേംസും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിലേഷൻ മോഡൽ കൺസെപ്റ്റിൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഓരോ ടേംസും കാര്യങ്ങളും അതിൻ്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ടേബിൾസ് അല്ലേ. ഇൻ ദ റിലേഷൻ മോഡൽ ദ റിലേഷൻസ് ആർ സേവ്ഡ് ഇൻ ദ ടേബിൾ ഫോർമാറ്റ്. ഇവിടെ ഡാറ്റ ഇൻ ദ ടേബിൾ എന്ത് ഫോമിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, ടേബിളിലാക്കിയിട്ടാണ് ഡാറ്റ ഇവിടെ സേവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സ്റ്റോർഡ് അലോങ് വിത്ത് ഇറ്റ്സ് എൻറ്റിറ്റീസ്. A table has two properties, rows and columns. Row and column ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. Rows represent records and column represent attributes. So ഇതിൽ നമ്മൾ ഒരു റോയിന് നമ്മൾ പറയുന്ന പേരാണ് റെക്കോർഡ് എന്ന് പറയുന്നത് ടേബിൾ സ്ട്രക്ചറിൽ. അതേപോലെ ഓരോ കോളത്തിന് നമ്മൾ പറയുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. ആട്രിബ്യൂട്ട്സ് എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതാണ്. ഈച്ച് കോളം ഇൻ എ ടേബിൾ അല്ലേ. ഒരു ടേബിൾ അല്ലെങ്കിൽ ഡാറ്റ റിലേഷൻ മോഡലിലെ ഒരു ടേബിൾ, ഒരു കോളത്തിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ ആട്രിബ്യൂട്ട്സ് ആർ ദി പ്രോപ്പർട്ടീസ് വിച്ച് ഡിഫൈൻ ദ റിലേഷൻ അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ആട്രിബ്യൂട്ട്സ് എന്താണ്, ഒരു എൻറ്റിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസ് ആണല്ലേ. അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. സോ ആട്രിബ്യൂട്ട്സ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിഫൈൻ ദ റിലേഷൻ. എക്സാമ്പിൾ റോൾ നമ്പർ, നെയിം, ഏജ്, അതേപോലെ അഡ്രസ്, ഇതൊക്കെ എന്താണ്, ആട്രിബ്യൂട്ട്സ് ആണ്. ദെൻ ഡിഗ്രി എന്നുള്ള ടൈം മൂന്നോർത്തൊക്കെ 1 വേർഡ് ചോദിക്കാറുണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് വിച്ച് ഇൻ ദ റിലേഷൻ ഈസ് കോൾഡ് ദ ഡിഗ്രി ഓഫ് ദ റിലേഷൻ. സോ ഡിഗ്രി ഓഫ് എ റിലേഷൻ എന്നാൽ ടോട്ടൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര കോളം ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത് പെർട്ടിക്കുലർ ഒരു റിലേഷനിൽ. സോ തൊട്ട് മുമ്പ് കാണിച്ച സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിൽ ടോട്ടൽ 5 കോളംസ് ഉണ്ടായിരുന്നു. സോ അല്ലെങ്കിൽ 5 ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി എത്രയാണ്, ഡിഗ്രി ഈസ് ഈക്വൽ ടു 5 ആണ്. ദെൻ വേറൊരു ടേമാണ് ടപ്പിൾ. ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സിംഗിൾ റോ ഇൻ എ ഡാറ്റ
table. Okay, it is nothing but a single row of a table which contain a single record. ഒരു സിംഗിൾ റോ എടുത്തു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ പറയുക ടപ്പിൾ എന്ന് പറയുക. ഇറ്റ് കണ്ടെയ്ൻ എ സിംഗിൾ റെക്കോർഡ്. ഒരു എക്സാമ്പിളാണ് ഇവിടെ contain 4 tuples, one of which is known as, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റുഡൻറ്റുകളുടെ ടേബിളിൽ നിന്ന് ഒരു ടപ്പിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ 1 അയാളുടെ റോൾ നമ്പർ, നെയിം, അതേപോലെ പ്ലേസ്, അതേപോലെ മൊബൈൽ നമ്പർ ആൻഡ് ഹിസ് ഏജ് അല്ലെ, അതായിരിക്കും ആ കോളം. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു റോ എടുക്കുന്നതിനാണ് നമ്മൾ ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേർഡൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, എന്താണെന്ന് അറിയണം, നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ദെൻ റിലേഷൻ സ്കീമ. A relation schema represents the name of the relation with its attributes. So ഒരു പർട്ടിക്കുലർ റിലേഷൻ്റെ ടേബിളിൻ്റെ പേരും അതിൻ്റെ ആട്രിബ്യൂട്ട്സും നമ്മൾ ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് റിലേഷൻ സ്കീം. എക്സാമ്പിളാണ് തൊട്ട് മുമ്പ് കാണിച്ച ടേബിളാണ് സ്റ്റുഡൻറ്റ് അല്ലേ. സ്റ്റുഡൻറ്റിനുള്ള എത്രയൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരുന്നു? റോൾ നമ്പർ, നെയിം, അഡ്രസ്, ഫോൺ, ഏജ്. സോ ഇത് ഈ ഒരു ഫോർമാറ്റിൽ കാണിക്കുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് റിലേഷൻ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ റിലേഷൻ കീ. Every row has 1, 2 or multiple attributes which is called relation key. It can identify the row in the relation uniquely. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കീയും കാര്യങ്ങളൊക്കെ. സോ റിലേഷൻ കീ എന്ന് പറഞ്ഞാൽ യുണീക്കായിട്ട് ഒരു റിലേഷനിൽ ഒരു റോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളൊരു കീ സെറ്റ് ചെയ്ത് നോക്കുന്നതാണ് റിലേഷൻ കീ. ദെൻ കാർഡിനാലിറ്റി. ദ ടോട്ടൽ നമ്പർ ഓഫ് റോസ് പ്രസൻറ്റ് ഇൻ ദ ടേബിൾ അല്ലേ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ആയിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് റോസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കാർഡിനാലിറ്റി. തൊട്ട് മുമ്പ് കാണിച്ച സ്റ്റുഡൻ്റ് എന്നുള്ള റിലേഷനിൽ എത്രയാണ് കാർഡിനാലിറ്റി? 4 ആണ്. കാരണം 4 റോസാണ് അതിലുണ്ടായിരുന്നത്, 4 റെക്കോർഡാണ് അതിലുണ്ടായിരുന്നത്. സോ കാർഡിനാലിറ്റി ഈസ് ഈക്വൽ ടു 4. ദെൻ കോളം. ദ കോളം റെപ്രസെൻറ്റ് ദ സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ സ്പെസിഫിക് ആട്രിബ്യൂട്ട്സ്. ഒരു ആട്രിബ്യൂട്ട്സിന് നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക് വാല്യൂ ആണ് ഒരു കോളം. ദെൻ റിലേഷൻ ഇൻസ്റ്റൻസ്. റിലേഷൻ ഇൻസ്റ്റൻസ് ഈസ് എ ഫൈനൽ സെറ്റ് ഓഫ് ടപ്പിൾ ഇൻ ദ RDBMS സിസ്റ്റം അല്ലെ. ഒരു പർട്ടിക്കുലർ സമയത്തുള്ള ആ RDBMS അല്ലെങ്കിൽ റിലേഷൻ്റെ സെറ്റ് ഓഫ് ടപ്പിൾസിനെയാണ് നമ്മളെന്ന് പറയുക റിലേഷൻ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ റിലേഷൻ ഇൻസ്റ്റൻസ് നെവർ ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ്. ദെൻ ആട്രിബ്യൂട്ട്സ് ഡൊമെയിൻ. സോ എവറി ആട്രിബ്യൂട്ട് ഹാസ് സം പ്രീ ഡിഫൈൻഡ് വാല്യൂസ് ആൻഡ് സ്കോപ്പ് വിച്ച് ഈസ് നോൺ ആസ് ആട്രിബ്യൂട്ട് ഡൊമെയിൻ. അതായത് ഇപ്പം ഒരു ആട്രിബ്യൂട്ട്സ് ഏജ് എന്നുള്ള ആട്രിബ്യൂട്ട്സ് അല്ലേ, അതിന് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ നമ്പർ അല്ലേ. അല്ലാതെ ഏജ് എന്നുള്ളത് എനിക്ക് ABCD ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഓരോ ആട്രിബ്യൂട്ട്സിനും ഒരു ഡൊമെയിൻ ഉണ്ട്. സോ അതിനകത്തായിരിക്കും എന്തുണ്ടാവുക? അതിൻ്റെ വാല്യൂ വരുന്നുള്ളൂ. സോ ഇതാണ് ബേസിക്കലി ഇത്രയും ടേംസുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഒരു റിലേഷൻ മോഡലിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡുകളാണ് ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്തത്. ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തൊട്ടടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഇൻ RDBMS എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. Integrity constraints are set of rules. It is used to maintain the quality of information. So ഒരു റൂൾസ് ആണ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ റൂൾ. അതായത് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യും അല്ലെങ്കിൽ നിർമ്മിക്കും അവിടെ. കാരണം അത് ഉണ്ടാക്കുന്നതിനാണ് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Integrity constraints ensure that the data insertion, updation and other processes have to be performed in such a way that data integrity is not affected. സോ ഡാറ്റ നമ്മൾ പുതിയ ടാബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഓൾറെഡി ഡാറ്റ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ അപ്ഡേറ്റ് ഒക്കെ ചെയ്യും. ഈ സമയത്ത് ഈ ഡാറ്റ ഇൻറ്റഗ്രിറ്റീൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഡാറ്റയ്ക്ക് പ്രത്യേകിച്ച് അതിൽ ഓൾറെഡി ഉള്ള ഡാറ്റ കറപ്റ്റ് ആവാതെ സൂക്ഷിക്കണം. അതിന് വേണ്ടിയുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണെന്ത് ഈ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ. Thus, integrity constraint is used as a guard against accidental damage to the database. അതാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ആക്ട് ആസ് എ ഗാർഡ് അല്ലേ, ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ആക്സിഡൻഷ്യൽ ഡാമേജ് ഓഫ് ദി ഡാറ്റാബേസ്. നമ്മൾ ടേബിളിൽ നമ്മൾ ഓൾറെഡി ഒരു ഡാറ്റൻ്റെ ആക്സിഡൻ്റലായിട്ട് അതിന് പോലും അതിനെന്തുണ്ടാകും ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗാർഡാണ് ആക്ച്വലി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ. ദെൻ ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഇത് നോക്കി വെക്കണം, ഇതും കൂടെ നിങ്ങൾ എഴുതേണ്ടി വരും. 4 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആർ ഡൊമെയിൻ കൺസ്ട്രെയിൻ, എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ ആൻഡ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ ആൻഡ് കീ കൺസ്ട്രെയിൻസ്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ആദ്യം ഡൊമെയിൻ കൺസ്ട്രെയിൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. ഡൊമെയിൻ കൺസ്ട്രെയിൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഡെഫിനിഷൻ ഓഫ് എ വാലിഡ് സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ എ ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു ആട്രിബ്യൂട്ട്സിന് അതിന് വരാൻ ചാൻസ് ഉള്ള സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് അല്ലേ. അതിൻ്റെ അകത്തുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും.
The data type of domain includes string, character, integer, time, date, currency, etc. The value of the attributes must be available in the corresponding domain. അല്ലേ, നമുക്ക് ഒരു attributesന് ഒരുപാട് ടൈപ്പുകൾ ഉണ്ടാവും അല്ലേ. അന്നെങ്കിൽ സ്ട്രിങ് ആവാം, ക്യാരക്ടർ ആവാം, ഇൻറ്റിജർ ആവാം, അതേപോലെ ടൈം ആവാം, ഡേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ ആ പെർട്ടിക്കുലർ attributes ഏത് ഡൊമെയിനിലാണോ അതിൽ നിന്ന് വാല്യൂസ് മാത്രമേ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഡൊമെയിൻ കൺസ്ട്രെയിൻ പറയുന്നത്. സോ ഒരു പെർട്ടിക്കുലർ അട്രിബ്യൂട്ട്സിന് ഒരു പെർട്ടിക്കുലർ ഡൊമെയിൻ ഉണ്ടാവും, അതിൻ്റെ അകത്തുള്ള വാല്യൂസേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ കാണുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഈ ടേബിൾ ഒന്ന് നോക്കുക, റിലേഷൻ ഒന്ന് നോക്കുക നിങ്ങൾ. ID, നെയിം, സെമസ്റ്റർ, ഏജ്. ഇവിടെ ഞാൻ ഏജിൻ്റെ കോളത്തിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വരിപ്പേ എന്തുണ്ടാവുള്ളൂ, ഒരു നമ്പറേ വരുള്ളൂ. അതാണ് അതിൻ്റെ ഡൊമെയിൻ. ഏജിൻ്റെ ഡൊമെയിനാണ് നമ്പേഴ്സ് അല്ലേ. പക്ഷേ ഇവിടെ എന്താ വന്നത്, ഒരു ആൽഫബറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ആൻ എറർ അല്ലേ. ഏജിൻ്റെ ഡൊമെയിൻ ആയിട്ടുള്ളത് നമ്പറാണ്, അപ്പോൾ നമ്പറിനല്ലാത്ത വാല്യൂസ് ഇവിടെ വന്നു, എന്നുള്ളത് വന്നു. സോ കൺസ്ട്രെയിൻസ് വയലേറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. സോ ഇവിടെ കാണാം ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ബിക്കോസ് ഏജ് ഈസ് ആൻ ഇൻറ്റിജർ ആട്രിബ്യൂട്ട്. സോ ഏജ് എന്നുള്ളത് ഇൻറ്റിജർ ആട്രിബ്യൂട്ട്സ് ആണ്, പക്ഷേ ഇവിടെ വന്ന വാല്യൂ എന്താണ്, ഇറ്റ്സ് ആൻ ആൽഫബറ്റ്. സോ ഇറ്റ് ഈസ് എ ഡൊമെയിൻ കൺസ്ട്രെയിൻ വയലേഷൻ ആണ് ഇവിടെ നടന്നത്. ഇതാണ് ഡൊമെയിൻ കൺസ്ട്രെയിൻ. സോ ഒരു ആട്രിബ്യൂട്ട്സിന് ഒരു ഡൊമെയിൻ ഉണ്ടാവും, അതിൻ്റെ അകത്തുള്ള വാല്യൂസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? രണ്ടാമത്തതാണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. എന്താണെന്ന് നോക്കാം. An entity integrity constraint state that primary key value can be null. ഓർത്ത് വെക്കുക, അത് ചിലപ്പോൾ എക്സാമിന് വൺ വേർഡ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, പ്രൈമറി കീ എന്താണെന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്കായിട്ട് ഒരു വാല്യൂവിനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണത് പ്രൈമറി കീ എന്ന് പറയുക, ഒരു ആട്രിബ്യൂട്ട്സ് ആണ് അല്ലേ. സോ ആ പ്രൈമറി കീൻ്റെ വാല്യൂ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നൾ വാല്യൂ ആക്കി വെക്കാൻ പാടില്ല. അതാണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് പറയുന്നത്. So this is because the primary key value is used to identify individual rows in a relation, and if the primary key has a null value, then we can't identify those rows. അല്ലേ, പ്രൈമറി കീ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, യുണീക്കായിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡ്, ഒരു റോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പ്രൈമറി കീൻ്റെ ഫീൽഡ് നള്ളാക്കിയാൽ നമുക്ക് എന്താ പ്രോബ്ലം, ആ പെർട്ടിക്കുലർ റോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പ്രൈമറി കീൻ്റെ വാല്യൂ നള്ളാക്കാൻ പറ്റില്ല. അതാണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് പറയുന്നത്. A table can contain a null value other than the primary key values. So വേറെ എല്ലാ ആട്രിബ്യൂട്ട്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, null values കൊടുക്കാം. പക്ഷേ ഒരിക്കലും പ്രൈമറി കീസ് എന്ത് കൊടുക്കാൻ പറ്റില്ല, null value കൊടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. ഇവിടെ എംപ്ലോയി ഐ ഡി ആണ് ഇവിടെ എന്ത് ആക്ച്വലി പ്രൈമറി കീയെ സെറ്റ് ചെയ്തത്. സോ ഇവിടെ ഞാനൊരു വാല്യൂസ് ഒന്നും കൊടുത്തില്ല, null value കൊടുത്തു. സോ നോട്ട് വെൽ ആസ് പ്രൈമറി കീ ക്യാൻ കണ്ടെയ്ൻ എ null value. പക്ഷേ അതേ സമയത്ത് എംപ്ലോയി നെയിം എനിക്ക് നള്ളാക്കാം, അല്ലെങ്കിൽ സാലറി നള്ളാക്കാം, അതിന് പ്രോബ്ലം ഇല്ല. പക്ഷേ എംപ്ലോയി ഐ ഡി ആണ് ഈ ഒരു ടേബിളിൻ്റെ റിലേഷൻ്റെ എന്ത് പ്രൈമറി കീ, അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നള്ളാക്കാൻ പറ്റില്ല. അതാണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് പറയുന്നത്. മൂന്നാമത്തെ കൺസ്ട്രെയിന്റ് നോക്കാം, റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് ഈസ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ ടു ടേബിൾസ് അല്ലെ. റഫറൻഷ്യൽ ആണ്, റഫറൻസ് ഉണ്ട് അവിടെ. സോ നമ്മൾ ഫോറിൻ കീ വരുന്ന കേസുകളിലൊക്കെയാണ് ഈ ഒരു ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് നമ്മൾ നോക്കുന്നത്, റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് നോക്കുന്നത്. സോ it is constraints is specified between two tables. രണ്ട് ടേബിൾസിൻ്റെ അടുക്കുള്ളതാണ് ഈ ഒരു constraints. In the referential integrity constraint, if a foreign key in table 1 refers to the primary key of the table 2, then every value of the foreign key in table 1 must be null or available in table 2. അല്ലേ, നമ്മൾ ഫോറിൻ കീ അല്ലേ, ഫോറിൻ കീ എന്താ നമുക്കറിയാം അല്ലേ, ഒരു ടേബിളിലെ പ്രൈമറി കീനെ വേറെ ടേബിളിൽ സാധാ ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഫോറിൻ കീ ആയിട്ട് ഉപയോഗിക്കുന്ന ഇടത്തുള്ള ഫോറിൻ കീൻ്റെ വാല്യൂസ്, ആ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് എവിടെ ഉള്ളതായിരിക്കണം, അത് നള്ളാവാം, അല്ലെങ്കിൽ എന്താവണം, അത് എവിടെയെങ്കിലും ഈ പ്രൈമറി കീ ആയിട്ട് ഉപയോഗിച്ച കോളമില്ല അവിടെ ഉള്ളതായിരിക്കണം. ഈ എക്സാമ്പിൾ നോക്കുക നിങ്ങൾ കാണാം. സോ ടേബിൾ 1 ഞാൻ ഫോറിൻ കീ വെച്ചു ഡി നമ്പർ അല്ലേ. ഡി നമ്പർ എന്നുള്ളത് ടേബിൾ 2ൻ്റെ പ്രൈമറി കീ ആണ്. സോ ഇത് ഇവിടെ ഫോറിൻ കീ ആണ്, ടേബിൾ 1 ഇത് ഫോറിൻ കീ ആണ്. ഇവിടെ നോക്കുക നിങ്ങൾ, ഇതിൻ്റെ വാല്യൂസ് നോക്കുക, 11, 24, 18, 13. അതേപോലെ ഡി നമ്പർ എന്നുള്ള ടേബിൾ ആകെ എനിക്ക് എന്തേ ഉള്ളൂ, 11, 24, 13. അപ്പോൾ 11, 24, 13 ഉണ്ട്. പക്ഷേ ഈ 80 എന്നുള്ള നമ്പർ അല്ലെങ്കിൽ വാല്യൂ, ഡി നമ്പറിൻ്റെ വാല്യൂ എവിടെ ഇല്ല, മെയിൻ ടേബിൾ ഇത് ഇവിടെയാണ് ഇതിൻ്റെ പ്രൈമറി കീ ഉപയോഗിച്ചാൽ നമ്മൾ അല്ലേ, ഇവിടെ അതില്ല. സോ ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. അത് ഇവിടെ ഉപയോഗിക്കുന്ന വാല്യൂസ് ഒക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ നള്ളാക്കി വിടാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും വാല്യൂസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, അത് മെയിൻ ആയിട്ടുള്ള ഈ ഡി നമ്പർ പ്രൈമറി കീ ആയിട്ട്, ഈ ഫോറിൻ കീ നമ്മൾ പ്രൈമറി കീ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകും, അവിടെയുള്ള വാല്യൂസ് ആയിരിക്കണം നിർബന്ധമായിട്ട്. നള്ളാക്കാം, ഇവിടെ നള്ളാക്കാം, അല്ലെങ്കിൽ
ഈ വാല്യൂ എന്തായിരിക്കണം, ഇവിടെയുള്ള വാല്യൂസ് മാത്രമായിരിക്കണം. ഇവിടെ നോക്കാൻ നിങ്ങൾ 80 എന്നുള്ള വാല്യൂ എന്തല്ല, ഈ ടേബിളിൽ ഇവിടെ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ പറഞ്ഞത്. സോ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ആസ് എ D number 18 is not defined as a primary key of table 2 and in table 1 D number is foreign key defined അല്ലേ. ഇവിടെ നമ്മളിത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഇവിടെ 8 എന്നുള്ള വാല്യൂ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോറിൻ കീൻ്റെ വാല്യൂവിൻ്റെ സ്ഥാനത്ത് 18 ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് പറയുന്നത്. ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കൺസ്ട്രെയിൻറ്റ് നോക്കാം, കീ കൺസ്ട്രെയിൻറ്റ്സ്. കീസ് ആർ ദ എൻറ്റിറ്റി സെറ്റ് that is used to identify an entity with its entity set uniquely. കീ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുമ്പത്തെ ക്ലാസ് പറഞ്ഞതാണ്, ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല ഇവിടെ. സോ an entity set can have multiple keys but out of which one key will be the primary key. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, മൾട്ടിപ്പിൾ കീസ് ഉണ്ടാകും ഒരു ടേബിളിന്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു കീനെ മാത്രമേ നമ്മൾ പ്രൈമറി കീ ആക്കുള്ളൂ. The primary key can contain unique and null value in the relation database. നമുക്ക് അതിൻ്റെ യുണീക്ക് ആയിട്ടുള്ള വാല്യൂ എടുക്കണം ഇതിൽ പ്രൈമറി കീ ഉണ്ടാവേണ്ടത്. ഇവിടെ നോക്കുക, നിങ്ങൾ കീ കൺസ്ട്രെയിൻറ്റ് പറയുന്നത് എന്താണ്, ഒരിക്കലും പ്രൈമറി കീയിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ ID എന്നുള്ളതാണ് ഈ റിലേഷനിൽ പ്രൈമറി കീ ഞാൻ സെറ്റ് ചെയ്തത്. അവിടെ 1000, 1001, 1002, 1003, 1002 റിപ്പീറ്റ് ചെയ്തു അല്ലേ, ഇതിവിടെ അലൗഡ് അല്ല. സോ പ്രൈമറി കീ ഷുഡ് ബി യുണീക്ക്. സോ ഇവിടെ എന്ത് ചെയ്തു, ഡ്യൂപ്ലിക്കേഷൻ വന്നു അല്ലേ, 1002 എന്നുള്ളതും 1002 എന്നുള്ളത് ID എന്തായി, ഡ്യൂപ്ലിക്കേറ്റ് ആയി. സോ ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ്. അതാണ് കീ കൺസ്ട്രെയിൻറ്റ്സ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ബിക്കോസ് ഓൾ റോസ് മസ്റ്റ് ബി യുണീക്ക്. സോ ID എന്നുള്ളത് പ്രൈമറി കീ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ ഇതാണ് കീ കൺസ്ട്രെയിൻറ്റ്സ്. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് ഈ കൺസ്ട്രെയിൻറ്റ്സ് എന്നുള്ളതും അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിത്ത് എക്സാമ്പിൾസ് നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ നിങ്ങൾ നല്ലപോലെ നോക്കുക, എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അതേപോലെ ഈ ഡാറ്റ മോഡൽസ് അല്ലേ, റിലേഷൻ ഡാറ്റ മോഡൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിലെ ഓരോ ടേംസും നമ്മൾ പരിചയപ്പെട്ടു. ആ ടേംസൊക്കെ നല്ലപോലെ ഓർത്ത് വെക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ സ്ഥിരമായിട്ട് അത് തന്നെയാണ് ആ ടേംസ്, ആ വേർഡ്സൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് കണ്ടുപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.